ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീസ് ടെക് ഫാക്ടറി. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രഞ്ചി ചിക്കൻ ഗോള ബോൾസ് ആണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ബോൺലെസ് ചിക്കൻ 1/2 കിലോ. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. 2 സവാള അരിഞ്ഞെടുത്തത്, പൊരികടല 3 സ്പൂൺ, തേങ്ങ 3 സ്പൂൺ, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4 അല്ലി, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, പെരിഞ്ജീരകം ഇത് കുറച്ച് വേണം, മുളക് പൊടി 1 സ്പൂൺ, 3 വറ്റൽ മുളക്, പെപ്പർ 1 സ്പൂൺ, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ചിക്കൻ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ചിക്കൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിതിന് ആദ്യം ചെയ്യേണ്ടത് ചൂടായ കടായിലേക്ക് പൊരികടലയിട്ട് ഒന്ന് പച്ചമണം പോണത് വരേക്കും ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം ഒരു മിക്സി ജാറിലിട്ട് നല്ലതുപോലെ പൗഡറാക്കി കൊണ്ടുവരാം. ഇപ്പോൾ പൊരികടല നല്ലതുപോലെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കടായി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായെല്ലാം എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് വെളുത്തുള്ളി, ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി ഇതിന്. അടുത്ത് 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അടുത്ത് എടുത്തു വച്ചിരിക്കുന്ന സവാള, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ ചിക്കൻ എടുത്തപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റാം. ഇതൊരു 3/4 ഭാഗം വഴന്നാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പകുതി കുറച്ച് അതിനകത്ത് വെന്തോളും. അടുത്തത് നമുക്ക് മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3/4 ഭാഗം വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അവസാനം നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മസാല വഴന്നു വന്നപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതിനി മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പോൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പൊരികടല പൗഡറിൻ്റെ ഒപ്പം ചേർത്ത് ഇതും അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൗഡറിൻ്റെ കൂടെ ഇത് ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത് 2 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ മസാല പകുതി നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി അരച്ചെടുക്കാം. ഇപ്പോൾ മസാല നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചിക്കനകത്തേക്ക് മിക്സ് ചെയ്യാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണം. അത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കനും മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി മാറ്റാം. ഉരുളകളാക്കുമ്പോൾ ഒരുപാട് വലിപ്പമില്ലാതെ ഈ അളവിന് കയ്യിൽ ഒട്ടാതിരിക്കണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്താലും മതി കയ്യിൽ. ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ബോൾസുകളാക്കി മാറ്റാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. അപ്പോഴേ ഉള്ളു നല്ലതുപോലെ വേവുള്ളൂ. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇത് റൈസിനും ബിരിയാണിക്കും ഒരു സൈഡ് ഡിഷായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒരു ബെസ്റ്റ് സ്റ്റാർട്ടറായിട്ടും എടുക്കാവുന്ന ഒരു ഡിഷാണ്. റോ ചിക്കൻ ആയതുകൊണ്ട് കുക്കായി കിട്ടുമോ എന്നുള്ള ഡൗട്ട് വേണ്ട. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് നന്നായി കുക്കായി കിട്ടും. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല പൊൻനിറമാകുന്നത് വരെ ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഗോള ബോൾസ് റെഡി. ഇത് കൊച്ചു കുട്ടികൾക്കും ചിക്കൻ കഴിക്കണമെന്ന് ആഗ്രഹമുള്ള പല്ലില്ലാത്ത പ്രായമായവർക്കും ഇതൊരു ബെസ്റ്റ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, until then, see you in the next video.